വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 6 മണി കഴിഞ്ഞ് 31 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അമേരിക്കയിലെ വാർത്ത തന്നെ. അതെ, യുക്രൈനിലെ നേരത്തെ ക്രിസ്റ്റിന പറഞ്ഞ വാർത്ത തന്നെയാണ്. യുക്രൈനിലെ ധാതു വിഭവങ്ങളുടെ കരാറിൽ ഒപ്പുവെച്ച് യുഎസും യുക്രൈനും മാസങ്ങൾക്ക് നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഈ കരാർ ഒപ്പുവെക്കുന്നത്. അമേരിക്ക നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾക്ക് പകരം ധാതു വിഭവങ്ങൾ പങ്കുവെക്കാനാണ് ധാരണ. മധു കൊട്ടാരക്കരയുടെ വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഈവനിങ് ആണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വൊളോദിമീർ സെലൻസ്കിയും ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഒരു ചർച്ചകളിൽ ശരീരഭാഷ മാറിയിരുന്നു, മനംമാറ്റം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഈ കാരണം ഏകദേശം ഇപ്പം മനസ്സിലായിരിക്കുകയാണല്ലേ. ഈ ധാതു വിഭവങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് യുക്രൈന് ഭാവിയിൽ ഒരു പണിയാകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് പറയുന്നവരും ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. അതെ, യുക്രൈനും അതുപോലെ അമേരിക്കയും ഒടുവിൽ ഈ ധാതു വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. കൃഷ്ണ പറഞ്ഞതുപോലെ വൈറ്റ് ഹൗസിൽ ഫെബ്രുവരിയിൽ അലസിപ്പിരിഞ്ഞ ട്രംപ് അതുപോലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഡൊണാൾഡ് ട്രംപിന്റെ അന്നത്തെ പ്രധാന ഡിമാൻഡ് ഈ കരാർ തന്നെയായിരുന്നു. യുക്രൈന്റെ ഈ ധാതു ശേഖരത്തിൽ നിന്നുള്ള വരുമാനം അമേരിക്കയ്ക്ക് ലഭ്യമാക്കുന്നതിനായി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ കരാറിലൂടെ സാധിക്കും. യുക്രൈന്റെ പുനർനിർമ്മാണത്തിനുള്ള ഒരു നിക്ഷേപ ഫണ്ട് ഈ കരാറിന്റെ ഭാഗമായിട്ട് പ്രാബല്യത്തിൽ വരും. മാസങ്ങൾ നീണ്ട വിലപേശലുകൾക്കും ചർച്ചകൾക്കും ഒക്കെ ശേഷമാണ് ഈ രണ്ട് രാജ്യങ്ങളും കരാറിൽ ഇപ്പോൾ ഒപ്പുവെക്കുന്നത്. അവസാന മണിക്കൂർ പോലും ഒരുപക്ഷെ ഈ കരാർ നടപ്പിലാകില്ല എന്നുള്ള രീതിയിൽ വലിയ പ്രതിസന്ധിയും ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ ഈ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റും അതുപോലെ യുക്രൈനിയൻ ഉപപ്രധാനമന്ത്രി യൂലിയ ാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കരാർ യുക്രൈനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്നതായിട്ടാണ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ചുള്ള ഫോട്ടോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിൽ യുക്രൈനിൽ സമാധാനം കൊണ്ടുവരുവാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ കരാർ റഷ്യയ്ക്ക് ഒരു സൂചന നൽകുന്നതാണെന്നും ട്രഷറി സെക്രട്ടറി ബസന്ത് പറയുന്നു. റഷ്യയ്ക്ക് അതുപോലെ യുദ്ധത്തിന് ധനസഹായം നൽകിയ നിരവധി ആൾക്കാരുണ്ട്, വ്യക്തികളുണ്ട്, രാജ്യങ്ങളുണ്ട്, യുദ്ധോപകരണങ്ങൾ നൽകിയവരുണ്ട്. ഇവരൊന്നും ഈ യുക്രൈന്റെ പുനർനിർമ്മാണത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം പങ്കുപറ്റാൻ അനുവദിക്കില്ല എന്നും ബസന്ത് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സാമ്പത്തിക സഹായം അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായി കരാർ ഒപ്പുവെച്ചതിന് ശേഷം യുക്രൈന്റെ ഉപപ്രധാനമന്ത്രി പറഞ്ഞു. അതുപോലെ ഒരുപക്ഷെ എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ യുക്രൈന് ഇതിൽ കൂടെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. സ്മിത, ക്രിസ്റ്റീന. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മധു കൊട്ടാരക്കര. നമുക്ക് ന്യൂജേഴ്സിയിൽ നിന്ന് കാസർഗോഡേക്ക് ഒരു വിഷമിപ്പിക്കുന്ന വാർത്തയിലേക്കാണ് പോകാനുള്ളത്. കാസർഗോഡ് വിദ്യാനഗറിൽ കളിക്കുന്നതിനിടെ കാൽ തെന്നി കത്തിക്ക് മുകളിൽ വീണ 8 വയസ്സുകാരൻ മരിച്ചു. പാടി ബെള്ളറടുക്ക സ്വദേശി സുലേഖയുടെ മകൻ ഹുസൈൻ ഷഹബാസാണ് മരിച്ചത്. അരുൺ പാറക്കലാണ് ചേരുന്നത് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ വരുന്നത്. ചക്ക മുറിക്കുമ്പോൾ എന്നാണ് എനിക്ക് അതിലൊരു സൂചനയാണ് കിട്ടിയത്. അത് അങ്ങനെയാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 7:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. വിദ്യാനഗറിൽ പാടിയിലുള്ള വീട്ടിൽ വെച്ച് ഉമ്മ സുലേഖ ചക്ക മുറിക്കുകയായിരുന്നു. ഈ സമയത്ത് കുട്ടി ഓടി വന്ന് കത്തിക്ക് മുകളിലേക്ക് വീണു എന്നാണ് പോലീസും പറയുന്നത്. അത് കാസർഗോഡ് ജില്ലയിലേക്ക് ഉപയോഗിക്കുന്ന പ്രത്യേകതരം കത്തിയാണ്. അത് താഴെ നിലത്ത് വെച്ചാണ് ചക്ക അതിന് മുകളിൽ വെച്ച് മുറിക്കുക. ഇങ്ങനെ ഉമ്മ മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് കുട്ടി ഓടി വരുന്നത്. ഓടി വന്ന കുട്ടി കാൽ തെന്നി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പാടി ബള്ളൂറടുക്ക സ്വദേശിയാണ് സുലേഖ. സുലേഖയുടെ മകൻ ഹുസൈൻ ഷഹബാസ് ആണ് മരിച്ചത്. വിദ്യാനഗർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, സ്മിത. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ ഇന്നലെയൊക്കെ വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. റാപ്പർ വേടനെതിരെ എടുത്ത പുലിപ്പല്ല് കേസിൽ വനമന്ത്രിക്ക് വിശദീകരണം നൽകാൻ ഉദ്യോഗസ്ഥർ. കേസെടുത്തതിന്റെ പശ്ചാത്തലമാകും മറുപടിയായി നൽകുക. കേസിൽ വേടന് ജാമ്യം ലഭിച്ചെങ്കിലും അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീക്കം. ആൻമരിയ സണ്ണിയാണ് ചേരുന്നത് വിശദാംശങ്ങളും. ആൻമരിയ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്ത് കാരണത്താലാണ് ഈ കേസെടുത്തതെന്ന് വിശദീകരിക്കണം അല്ലേ?
തീർച്ചയായും എന്ത് കാരണത്താലാണ്, എന്ത് സാഹചര്യത്തിലാണ്, അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന്, അതായത് പുലിപ്പല്ല് കേസിൽ ആ കേസെടുക്കാനായിട്ടുള്ള പശ്ചാത്തലം എന്താണ് എന്നുള്ള വിശദീകരണമാണ് വനം വകുപ്പ് വനം മന്ത്രിക്ക് നൽകാൻ പോകുന്നത്. അതായത് 2 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം ഇന്നലെ വേടന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ജാമ്യം ലഭിച്ചെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് വനവകുപ്പിന്റെ തീരുമാനം. കൃത്യമായ തെളിവുകൾ കണ്ടെത്തി, അതിന്റെ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി, കൃത്യമായ രേഖകളിലൂടെ, തെളിവുകളിലൂടെ വനം മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതാണ് വനംവകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന അവരുടെ നീക്കവും അത് തന്നെയാണ്. അത് മാത്രമല്ല, ഈ വേടന് പുലിപ്പല്ല് നൽകി എന്ന് പറയുന്ന രഞ്ജിത്ത് എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് വനംവകുപ്പ് നീക്കം തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ എങ്ങനെയാണ് ആ വ്യക്തി, എവിടെയുള്ള ആളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചെറിയ സൂചന ലഭിച്ചിട്ടുണ്ട് എങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വനംവകുപ്പിന് ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന തുടരുകയാണ്. അത് മാത്രമല്ല, വേടന്റെ മാനേജറുടെ മൊഴിയെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനി വനം വകുപ്പ് നീങ്ങുന്നത്. എന്തായാലും 2 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം ഇന്നലെ കോടതി വേടന് ജാമ്യം നൽകിയെങ്കിലും ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വനം വകുപ്പിന്റെ തീരുമാനം. ക്രിസ്റ്റീന. ശരി, അപ്പോൾ ഒരു കാര്യത്തിലൂടെ ആൻമരിയ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നു. അതായത് സംവിധായകർ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ഇനി ആൻമരിയ വീണ്ടും ചോദ്യം ചെയ്യലിനൊരുങ്ങുകയാണ് എക്സൈസ്. ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും വീണ്ടും വിളിപ്പിക്കും. ഛായാഗ്രഹനും സംവിധായകനുമായ സമീർ താഹിറിന് എക്സൈസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. സമീർ താഹിറിന്റെ ഫ്ളാറ്റിലാണ് ഇവരെ പിടികൂടിയ സമയത്ത് ഇവരുണ്ടായിരുന്നത്. ആൻമരിയ പറയൂ. ആൻമരിയ, ഇന്നിപ്പോൾ വീണ്ടും വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതും അത് തന്നെയാണ്. അതായത് ഈ ലഹരി കേസുകളെല്ലാം മുന്നോട്ട് വരുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തുക എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയോട് കൂടി തന്നെയാണ് കൊച്ചി സിറ്റി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആ ലഹരിയിൽ നിന്ന് മുഴുവനായിട്ടൊരു അറുതി ഉണ്ടാക്കുക എന്നതൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതിനുകൊണ്ടാണ് കൃത്യമായ അന്വേഷണങ്ങളിലൂടെ, തെളിവുകളിലൂടെ വീണ്ടും ഈ സംവിധായകരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നത്. ഇവരുടെ അക്കൗണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് അതിന് കൃത്യമായ രേഖകൾ ഉണ്ടാക്കി, കൃത്യമായ ചോദ്യാവലികൾ ഉണ്ടാക്കിയായിരിക്കും ഇവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ ഛായാഗ്രഹകനും സംവിധായകനുമായിട്ടുള്ള സമീർ താഹിറിന് എക്സൈസ് ഇതിനോടകം തന്നെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ചോദ്യം ചെയ്യാനായിട്ടും വിളിപ്പിക്കും. ഇങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകളിലൂടെ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുക എന്നതാണ് എക്സൈസിന്റെ ഇനി മുന്നോട്ടുള്ള നീക്കം. കൊച്ചി ഗോശ്രീ പാലത്തിന് സമീപമുള്ള ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നുമാണ് ഇവരെ കഞ്ചാവ് ഉൾപ്പെടെ പിടികൂടുന്നത്. അവർക്ക് ഉടൻ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ സംവിധായകരെ വിട്ടെങ്കിലും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എക്സൈസ്. സ്മിത. നമ്മളിവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ചുറ്റിലും കുറേ പേരിങ്ങനെ മോർണിംഗ് വാക്ക് ഓടുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള എക്സസൈസുകൾ, വ്യായാമങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ലോക തൊഴിലാളി ദിനത്തിൽ ഒരു വിരോധാഭാസം കൂടിയുണ്ട്. ലോക തൊഴിലാളി ദിനത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം സമരമിരിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനമായി വാഴ്ത്തപ്പെട്ട ആശാ വർക്കേഴ്സ്. അപ്പോൾ ഇപ്പോൾ 80 ദിവസമായിരിക്കുന്നു അവർ സമരം തുടങ്ങിയിട്ട്. സർക്കാർ ഇന്ന് ഈ ദിവസം വരെ അനുഭാവപൂർവ്വം ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അടുത്ത ഘട്ട സമരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ആശാ വർക്കേഴ്സ്. ഇന്ന് മെയ് ദിനമായിട്ട് അവർ സമരപരിപാടികൾ ഘടിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 10-ന് കുറച്ചധികം സ്ത്രീകൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ തുടങ്ങിയ സമരം ഭരണകൂടം പോലും അത്രയേറെ ഗൗരവത്തിൽ കണ്ടിരുന്നില്ലെന്ന് മാത്രമല്ല, സമരത്തോടുണ്ടായിരുന്നത് കടുത്ത അവഗണന. മാസങ്ങൾ കടന്ന് ഇന്ന് 80-ാം ദിവസത്തിലും ആശാവർക്കർമാർ സമരമിരിക്കുകയാണ്. സമരമുറകൾ പലത് കണ്ടു. തൊഴിലാളി നയങ്ങൾ പലയാവർത്തി പറഞ്ഞ് അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മുന്നിൽ ഈ സ്ത്രീകൾക്ക് വീണ്ടും കണ്ണുനീര് പൊഴിക്കേണ്ടി വരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സ്ത്രീകൾ ഇത്രയധികം ഒരു സമരം നടത്തി കാണത്തില്ല. ഞങ്ങളുടെ സമരത്തിന് അങ്ങനെ ഒരു നേട്ടമുണ്ട്. നമ്മുടെ ഈ സമരം കൊണ്ട് കേരളത്തിന്റെ മിക്ക സ്റ്റേറ്റുകളിലും ആശമാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ജോലിയെക്കുറിച്ചും ഒരു ഉണർന്നിട്ടുണ്ട്.
പലതരത്തിലുള്ള മനുഷ്യസ്നേഹികളും സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും നാനാതുറയിലുള്ള ആൾക്കാർ ഇടപെട്ടിട്ട് പോലും ഈ ഒരു സമരം നീണ്ടു പോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട്. ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് എടുക്കാവുന്നൊരു തീരുമാനത്തിനെയാണ് ഇത്രയും വലിച്ചിഴക്കപ്പെടുന്നത്. പിന്നെയും ആശമാർ സമരമാർഗങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു. അടുത്ത ഘട്ടം സംസ്ഥാനമുടനീളമുള്ള രാപ്പകൽ സമരയാത്ര. മെയ് ദിനമാണ്, ഞങ്ങളും ആഘോഷിക്കുന്നുണ്ട് മെയ് ദിനത്തോടൊപ്പം ഞങ്ങളുടെ എല്ലാ ജില്ലകളിലേക്കുമുള്ള നമ്മുടെ സമരപ്പന്തലിൻ്റെ ജില്ലാ വ്യാപകമായിട്ട് തന്നെ ജില്ലകൾ തോറും നമ്മുടെ സംസ്ഥാനമാകെ വ്യാപിപ്പിച്ചുകൊണ്ട് ആശമാരുടെ ഒരു രാപ്പകൽ സമരയാത്ര ഇവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് മെയ് 5-ന് കാസർഗോഡ് നിന്ന് തിരികെ ജൂൺ 17-ന് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ തിരികെ എത്തുന്ന രീതിയിലാണ് അത് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ നൽകുക, വിരമിക്കലാനുകൂല്യം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നതാണ് ആശാവർക്കർമാരുടെ ആവശ്യം. സർക്കാർ പലതവണ ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ പ്രശ്നപരിഹാരം എന്ന പോംവഴിയിലേക്ക് മാത്രം ഇതുവരെ എത്തിയിട്ടില്ല. സർക്കാർ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ലെന്ന് തോന്നിയേക്കാം. സംഘടിച്ച് ശക്തരായ തൊഴിലാളി വർഗത്തിന്റെ ചരിത്രമോർക്കുമ്പോൾ ഈ സ്ത്രീകളെക്കുറിച്ചുകൂടി പറയണം. ഏത് സാമ്പത്തിക പ്രതിസന്ധിയിലും ഇവരെ ഇങ്ങനെ തെരുവിലിരുത്തരുതെന്ന് തോന്നാനുള്ള മനസാക്ഷിയെങ്കിലും ജനപക്ഷ സർക്കാരിന് ആവശ്യമായുണ്ട്. 24 തിരുവനന്തപുരം. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ആശാ വർക്കേഴ്സിന്റെ മെയ് ദിന റാലി ഉണ്ടെന്ന്. 100 കണക്കിന് ആശമാരും തൊഴിലാളികളും അണിനിരക്കുന്ന റാലി രാവിലെ 10 മണിക്ക് ആരംഭിക്കും. രാപ്പകൽ സമരത്തിന് 81-ാം ദിവസമായ ഇന്ന് വിവിധ തൊഴിലാളി സംഘടനകളും പിന്തുണയുമായി സമരവേദിയിൽ എത്തിച്ചേരും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മെയ് 5-ന് തുടങ്ങി ജൂൺ 17-ന് അവസാനിക്കുന്ന രാപകൽ സമരയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഉച്ചയ്ക്ക് 12 മണിക്ക് സമരപ്പന്തലിലുണ്ടാകും. അപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരിൽ ഇങ്ങനെ പൂരം കൊടിയേറിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ആ കൊടിയേറ്റം. പ്രധാനപ്പെട്ട തിരുവമ്പാടിയിലും പാറമേക്കാവിലും 8 ഘടകക്ഷേത്രങ്ങളിലും പൂരം കൊടിയേറി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്റ്റീന, ദേശക്കാർ തന്നെയാണ് കൊടി ഉയർത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ പൂരങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മളിനി അല്ലേ. പൂരം കൊടിയേറി. അപ്പോൾ തൃശ്ശൂർ പൂരത്തെ ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കാൻ പലർക്കും പല കാരണങ്ങളുണ്ടാകും. ചിലർക്ക് മേളമായിരിക്കും, മറ്റു ചിലർക്ക് കരിവീരന്മാരായിരിക്കും. ഇതിലൊന്നും പെടാത്ത ചിലരുണ്ട്. അവർക്ക് എന്തായിരിക്കും? ആകാശത്ത് വിടരുന്ന വർണ്ണവിസ്മയങ്ങളിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. അവർക്ക് ഇക്കുറിയും സന്തോഷിക്കാൻ ഏറെയുണ്ട്. സസ്പെൻസുകൾ ഒരുക്കുന്ന തൃശ്ശൂർ പൂരം പടക്ക നിർമ്മാണശാലയിലെ വിശേഷങ്ങളാണ് കരുതലോടെ കാണാം. മേലേമാനത്തേക്ക് കണ്ണുനട്ട് അവിടെ വിരിയുന്ന വർണ്ണങ്ങളിൽ വിസ്മയപ്പെടുന്ന പൂരപ്രേമി. ഇക്കുറിയും വർണ്ണവിസ്മയത്തിനുള്ള പണികൾ തകൃതിയാണ്. പുതുമയാർന്ന വെടിക്കോപ്പുകളാണ് സാമ്പിൾ വെടിക്കെട്ടിനും പൂരം വെടിക്കെട്ടിനുമായി തയ്യാറാകുന്നത്. തിരുവമ്പാടി മറ്റേ വിവാഹത്തിന് വെടിക്കെട്ട് കാണാൻ വന്നിട്ട് ഹായ് എന്ന് പറയണ്ട, കഴിഞ്ഞ് ഗംഭീരായി എന്ന് നിങ്ങൾ പറയിപ്പിക്കും. അതിനുള്ള സെറ്റപ്പോട് കൂടി നിങ്ങൾ വരണേ. അപ്പോൾ പൂരം കാണാൻ എല്ലാവരും നമ്മുടെ തൃശ്ശൂർ വരണം. തിരുവമ്പാടിയുടെ മാത്രമല്ല, പാറമേക്കാവിൻ്റെ വെടിക്കെട്ടും കാണണം, തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കാണണം. അതിനുള്ള അഭിപ്രായങ്ങൾ പറയണം. തിരുവമ്പാടി ദേവസ്വത്തിന് വേണ്ടി മുണ്ടത്തിക്കോട് സ്വദേശി സതീശനും പാറമേക്കാവിന് വേണ്ടി ബിനോയിയുമാണ് ചുമതല. വ്യത്യസ്തങ്ങളായ അമിട്ടുകൾ പൂരത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഡ്രാഗൺ ഫൈറ്റ്, സർജിക്കൽ സ്ട്രൈക്ക് എന്നീ പേരുകളിൽ വ്യത്യസ്തമായ വെടിക്കെട്ട് പരീക്ഷണങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്ന് തിരുവമ്പാടി ദേവസ്വം ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ. എല്ലാ കൊല്ലവും തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിനാണ് പുതുമയുള്ള അമിട്ടുകൾ ഉത്ഭവിക്കാറ്. അതിപ്രാവശ്യവും നമ്മൾ അണിയറയിൽ ഒരുക്കിയിട്ടുണ്ട്. മാജിക്കൽ ക്രിസ്റ്റൽ, അതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു തീവ്രവാദി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു പേര് നൽകി ആകാശത്ത് ഷൂട്ടൗട്ട് നമ്മൾ നടത്തും. അങ്ങനെ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായുള്ള പുതുമയുള്ള ഒരു LED കൊടയിൽ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് നമ്മൾ പുറത്തു വിടുന്നില്ല. അങ്ങനെ വ്യത്യസ്തങ്ങളായ വിവിധ ഇനങ്ങൾ വെടിക്കോപ്പുകൾ നമ്മൾ ഇവിടെ അണിയറയിൽ ഒരുക്കുന്നുണ്ട്. നിരവധി വെടിക്കെട്ട് കലാകാരന്മാരുടെ 4 മാസത്തെ കഠിനാധ്വാനമാണ് ഓരോ പൂരപ്രേമിയുടെയും കണ്ണും മനസ്സും നിറയ്ക്കുന്ന വെടിക്കെട്ടുകൾ. 24 തൃശ്ശൂർ. വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 1 ഒരുപാട് പേരുടെ ജന്മദിനമുണ്ട്. ഒന്ന് നമ്മുടെ അഖിൽ പാപ്പച്ചന്റെ മകൾ
അവ റോസ് ജോ എന്നാണ് മോളുടെ പേര്. അപ്പോൾ അവ റോസ് ജോയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഒന്നാമത്തെ ബർത്ത്ഡേ ആണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. രണ്ടാമത്തെ മേജോ വർഗീസ് മാത്യു അധ്യാപകനാണ്, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ ഓഡിയോ എഞ്ചിനീയർ ആയ വിശാലിന്റെ ബ്രദർ വിശാഖിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ വിശാഖ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ല വർഷമാകട്ടെ അല്ലേ? അതെ. ഇനി IPL വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ IPL വിജയക്കുതിപ്പ് തുടരാൻ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങിയാണ്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ആണ് എതിരാളികൾ. ഇന്ന് തോറ്റാൽ പ്ലേ ഓഫ് പ്രതീക്ഷ അവസാനിക്കുമെന്നതിനാൽ തന്നെ രാജസ്ഥാൻ ഈ മത്സരം അതിനിർണായകമാവുകയാണ്. മുംബൈ ഇന്ത്യൻസിന്റെ ലക്ഷ്യം പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനം. രാജസ്ഥാൻ റോയൽസിനാകട്ടെ ജീവൻ നീട്ടിയെടുക്കാനുള്ള പെരും പോരാട്ടവും. IPL എപ്പോഴൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടോ അന്നെല്ലാം ത്രില്ലർ പോരുകൾ സമ്മാനിച്ച 2 ടീമുകൾ ജയ്പൂരിൽ മുഖാമുഖമെത്തുന്നു. തുടരെ 5 ജയങ്ങളുമായി എത്തുന്ന മുംബൈ ഇന്ത്യൻസിന് ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ ജയമതി പ്ലേ ഓഫ് ഉറപ്പിക്കാൻ. ബാറ്റിംഗിലും ബൗളിംഗിലും ഫീൽഡിംഗിലും എല്ലാം താളം കണ്ടെത്തിയതോടെ മുംബൈ ഇന്ത്യൻസ് ആ പഴയ മൈറ്റി മുംബൈ ആയി കഴിഞ്ഞു. അതേസമയം ഒരു 14-കാരന്റെ അദ്ഭുത പ്രകടനത്തിൽ പുറത്താകലിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് രാജസ്ഥാൻ. 35 പന്തിലെ സെഞ്ചുറിയുമായി ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. ഇന്നുകൂടി അത്തരം അദ്ഭുത പ്രകടനങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ രാജസ്ഥാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. നായകൻ സഞ്ജു സാംസൺ പരിക്കുമൂലം ഇന്നും കളിക്കുന്ന കാര്യം സംശയമാണ്. സ്പോർട്സ് ഡെസ്ക് 24. അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിനൊരു അവസാനമാവുകയാണ്.